ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജയന്തി രാവിലെ തന്നെ കടപ്പാട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലായിടത്തും പരിശോധിക്കാനുണ്ട് വൈജയന്തി കയറിയിട്ട്. അതേ കൂടെ തന്നെ നേരെ മേളിലേക്ക് കയറിയിട്ട് ബാലചന്ദ്രൻ താമസിക്കുന്ന മുറിയുണ്ടല്ലോ അവിടെ കയറുക കേട്ടോ. അതിനകത്ത് കയറി അലമാരയും ഒക്കെ തുറന്ന് നോക്കുകയാണ്. ആ സമയത്താണ് അലമാരയൊക്കെ പൂട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ മേശപ്പുറത്തിരിക്കുന്ന ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ചെക്ക് ചെയ്തൊക്കെ നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് വരവ് ചിലവ് കണക്കുകളുടെ ലിസ്റ്റുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രോഹിത് അങ്ങോട്ട് വരും കേട്ടോ. അമ്മ എന്തിനാ അച്ഛൻ്റെ മുറിയിൽ കയറിയത് എന്ന് ചോദിക്കുമ്പോൾ വൈജ പറയാനുണ്ട്, എന്താടാ എനിക്കിതിനകത്ത് കയറിക്കൂടെ? എൻ്റെ ഭർത്താവിൻ്റെ മുറിയിലാണ് ഞാൻ കയറിയത്, അതിന് നിങ്ങളെന്തിനാ ഇങ്ങനെ ചോദ്യം ചെയ്യണത്? അന്നേരം തന്നെ മനു അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. മനു ചോദിക്കുന്നുണ്ട്, ആര്യ എന്തിനാ ഈ മുറിക്കകത്ത് കയറിയത്? എടാ ഇത് കൊള്ളാമല്ലോ, നിങ്ങളെല്ലാവരും കൂടെ കുറ്റവാളിയെ പോലെ എന്നെ ചോദ്യം ചെയ്യുന്നതിനാ. ഇതെൻ്റെ ഭർത്താവിൻ്റെ മുറിയല്ലേ, എനിക്കെന്തേ സ്വാതന്ത്ര്യത്തോടെ കയറിക്കൂടെ? അല്ല കയറാം, അങ്ങനെയല്ല, സാധാരണ ഇതിനകത്ത് കയറാറില്ലല്ലോ ആൻറ്റി, അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ കയറണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. അപ്പോൾ രോഹിത് പറയാനുണ്ട്, അമ്മ എന്ത് പരിപാടിയായി കാണിച്ചത്? അച്ഛനില്ലാത്ത സമയത്ത് അച്ഛൻ്റെ മുറി കയറി ലാപ്ടോപ്പൊക്കെ തുറന്ന് നോക്കുന്നത് എന്തിനാണ്? ഇതൊരു ചീറ്റിംഗ് അല്ലേ? ചീറ്റിങ്ങോ? എന്താണ് നീയൊക്കെ പറയണത്? കള്ളന്മാരെ പോലെ ഇങ്ങനെ വന്ന് നോക്കണോ? അത് ശരി, അമ്മ ചെയ്യുന്നതിനൊക്കെ കള്ളത്തരം, അച്ഛൻ ചെയ്യുന്നതൊക്കെ സത്യസന്ധത അല്ലേ? അമ്മേ ഇതേ ആവശ്യമില്ലാത്തൊന്നും പറയരുത് കേട്ടോ. ശരി, ഞാൻ ഈ സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കിട്ടേണ്ടത് എനിക്ക് കിട്ടിക്കഴിഞ്ഞു, ഇനി ഇതിനകത്ത് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ലാപ്ടോപ്പും കൊണ്ട് താഴേക്ക് വരുവാണ്. കൃഷ്ണമോളും ഭവിതയും ഒക്കെ ഉണ്ട് കേട്ടോ. മനുവും രോഹിത്തും ഒക്കെ നേരത്തെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു കുറ്റവാളികളെ വിചാരണ ചെയ്യുമ്പോൾ നടുക്ക് നിന്നും കൊണ്ട് വൈജ ഈ ലാപ്ടോപ്പ് എടുത്ത് വെച്ചിട്ട് ചോദിക്കുകയാണ്, എടി ഞാൻ ചെയ്യുന്നതെല്ലാം കള്ളത്തരങ്ങളെന്നാണ് നിങ്ങൾ പറയണത്, നിൻ്റെ അച്ഛൻ ചെയ്യണതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെന്നാണെന്ന് ഇപ്പോൾ രോഹിത്ത് പറയുന്നത്. എനിക്ക് ഈ ലാപ്ടോപ്പായിരുന്നു മെയിനായിട്ട് ആവശ്യം. ഇതിനകത്ത് എനിക്ക് വേണ്ടുന്ന ചില കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു, അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാനാണ് ഞാൻ വന്നത്. അമ്മയ്ക്ക് എന്താ ഇപ്പോൾ അറിയേണ്ടത്? അല്ല, ഒരു 12.5 പവനും 17,000 രൂപയുടെ ഡ്രസ്സും വാങ്ങിയതായിട്ടില്ലുണ്ട്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നുമില്ല, അലീന ചേച്ചിക്ക് വേണ്ടി വാങ്ങിയതാണ്. അത് ശരി, അപ്പോൾ ആരും അറിയാണ്ട് ഇത്രയും സാധനങ്ങളൊക്കെ രഹസ്യമാക്കി ഇയാൾ എന്തിനാണ് അലീനയ്ക്ക് കൊടുത്തത്? അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഭവിതയ്ക്ക് ദേഷ്യം വരുന്നുണ്ടോ? അമ്മ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? അച്ഛൻ അങ്ങനെ രഹസ്യമായിട്ട് ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൊടുത്തത്. നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ? അതെ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അലീന ചേച്ചിക്ക് അത് കൊടുത്തത്. പോരാഞ്ഞിട്ട് അലീന ചേച്ചി ഇവിടുന്ന് ഒരുക്കി ആഭരണങ്ങളൊക്കെ ഇട്ട് പുതിയ സാരിയൊക്കെ ഇട്ടിട്ട് ഒരുക്കി വിട്ടതുപോലെ ഞങ്ങൾ തന്നെയാണെന്ന് പറയാം. അപ്പം എടാ രോഹിത്തെ, നിനക്കിതിലൊരു തെറ്റും തോന്നുന്നില്ല? എന്ത് തെറ്റ് തോന്നാനാ? എടാ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരിക്ക് 12.5 പവനും 17,000 രൂപയുടെ ഡ്രസ്സും വാങ്ങിക്കൊടുക്കാൻ എന്ത് കാര്യമെന്നാണ് ഞാൻ ചോദിക്കണം. എല്ലാം കൂടെ 10-15 ലക്ഷം രൂപ ആയിട്ടുണ്ട്. ഈ 15 ലക്ഷം രൂപ എന്ന് പറയുന്നത് കഷ്ടപ്പെട്ടാലാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്, അല്ല ചുമ്മാ അങ്ങ് കുലുക്കുമ്പോൾ വീഴുന്നതല്ല കാശ്, അറിയോ? മനു നീ എന്താ പറയുന്നത്? അല്ല, ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എന്താ ഇപ്പം ആൻറ്റി കാര്യം? എന്താ ആൻറ്റി കാര്യമെന്നോ? ഇപ്പോൾ രോഹിത് പറയാം, അമ്മേ ഞാനൊരു കാര്യം പറയാം, ഇപ്പോൾ ഈ കൊടുത്തത് കുറഞ്ഞു പോയെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ 12.5 എന്നുള്ളത് കുറച്ച് റൗണ്ട് ചെയ്തൊരു 15 പവനെങ്കിലും കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് രോഹിത് പറയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ വൈജിക്ക് നല്ല ദേഷ്യം പറഞ്ഞു. എല്ലാവരോടും അച്ഛൻ്റെ സൈഡിൽ നിന്നങ്ങ് സംസാരിക്കുകയല്ലേ, ആർക്കെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനില്ല? ഞാൻ പറഞ്ഞതിനോട് പറ, വീട്ടിൽ നിൽക്കുന്ന ഒരു ജോലിക്കാരിക്ക് എന്തിനാണ് കൊടുക്കണേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മനു പറഞ്ഞിട്ടുണ്ട്, അവളിവിടെ ആൻറ്റീൻ്റെ മക്കൾക്ക് വച്ചും വിളമ്പി നിന്ന് ഒരു നല്ല പോലെ നോക്കിയതല്ലേ? അത് ശരി, അപ്പോൾ അതിന് മുന്നേ നിന്ന കുഞ്ഞുമോളോ? അതിന് മുന്നേ വേറൊരു ജോലിക്കാരി നിന്നു, അവർക്കൊന്നും കൊടുക്കാത്തൊരു പരിഗണന ഇവൾക്ക് എന്തിനു കൊടുത്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം മനു വീണ്ടും പറയാം, എന്തൊക്കെ ഉപകാരങ്ങൾ ചെയ്തു എന്ന് ആൻറ്റി മറന്നുപോയോ? ഒന്ന് ഓർത്ത് നോക്ക്. അങ്കിളിനെ ഹാർട്ട് അറ്റാക്ക് വന്ന് ആശുപത്രിയിൽ എത്തിച്ചത് അവളല്ലേ? ഓ, ആംബുലൻസ് വന്ന് കൊണ്ടുപോകും, അതാണോ അവൾ ചെയ്ത കാര്യം? ശരി, അങ്ങനെയാണെങ്കിൽ രോഹിത്തും ഹരിയും കൂടെ ചേർന്ന് പീഡിപ്പിച്ച കേസ് ഓർമ്മയുണ്ടോ? അന്ന് അവൾ കത്രികയെടുത്ത് തന്നെ കുത്തി. ആ നേരം ആശുപത്രിയിലായ കാര്യങ്ങളും അതിനോട് ഇവരെ രണ്ടുപേരും രക്ഷിക്കുകയും ചെയ്തു പോലീസിനോട്. അതോ അവളോട് ആരടാ പറഞ്ഞത് കത്രികയെടുത്ത് തന്നെ കുത്താൻ? വലിയ ആൾ വന്നിരിക്കുന്നു. അത് ശരി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നടന്ന കേസുകളോ അതിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ? അവൻ നിരപരാധി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ തന്നെ ബബിത പറയുന്നുണ്ട്, നിരപരാധിയോ? രോഹിതേട്ടൻ അവിടെ ആ പെൺകുട്ടി വന്ന് പറഞ്ഞില്ലേ, അങ്ങനെയല്ലേ രോഹിതേട്ടൻ രക്ഷപ്പെട്ടത്? എടി, ആ നിരപരാധിയായിട്ട് ആ പെണ്ണ് പോയി കോടതി സത്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് രോഹിത് ഇറങ്ങി വന്നത്. ഇതൊക്കെയാണോ അവൾ ചെയ്ത വലിയ നന്മകൾ? നിങ്ങൾ നോക്കുമ്പോഴത്തേക്കിനും അതാണല്ലേ? അല്പം അച്ഛൻ്റെ ഭാഗത്തൊരു തെറ്റില്ല. വീണ്ടും ആൻറ്റി എന്താ പറയുന്നത്? എടാ, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് പെണ്ണായ എനിക്കുണ്ട്. ഞാനൊരു പെണ്ണ് തന്നെയല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും ഇതിൻ്റെയൊക്കെ സൂക്കേട് എന്താണെന്ന്. ഇതേ അമ്മേ, അനാവശ്യമായിട്ടൊന്നും സംസാരിക്കരുത് കേട്ടോ എന്ന് ബബിത പറയാനുണ്ട്. അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാ എന്ന് അലീന ചേച്ചിയും അങ്ങനെയൊന്നും പറയരുത്. ഓ, അലീന ചേച്ചി എന്ത് പറഞ്ഞാലും ഒരു അലീന ചേച്ചി
നിങ്ങളൊക്കെ അവളെ എടുത്ത് തലയിൽ വെച്ചോണ്ട് നടന്നോ. ശാശം അവൾ ഇവിടുന്ന് പോയെങ്കിലും ശല്യം ഒഴിഞ്ഞു വരാതിരുന്നാൽ മതി. പിന്നെ ഇത് ഞാൻ എന്തായാലും ചോദിച്ചിരിക്കും. മനു, നീ പറ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയല്ലേ? നിങ്ങളെല്ലാവരും ഓരോരുത്തരായിട്ട് പറ. അവൾക്കിത് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇതിൻ്റെ കാരണം എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഞാൻ ചോദിക്കുക തന്നെ ചെയ്യും ബാലേന്ദ്രൻ വരുമ്പോൾ. അപ്പോൾ മനു പറയാം, അതെ അങ്കിള് വരുമ്പോൾ എന്തായാലും ആൻറ്റി ഇത് ചോദിക്കണം, എന്നിട്ട് കിട്ടുന്നതൊക്കെ വാങ്ങിച്ച് പിടിച്ചോ. പിന്നെ എടാ, ഇതേ തൊലി വെളുപ്പുള്ള ഒരു പെണ്ണിനെ കാണുമ്പോൾ ഞാൻ പറയുന്നില്ല കൂടുതൽ എന്നൊക്കെ വൈജ മോശമായിട്ട് അങ്ങ് പറയുമ്പോൾ മനുവിന് ഭയങ്കര ദേഷ്യം വരുമോ. അതേ ആൻറ്റി, മര്യാദയ്ക്ക് സംസാരിക്കുക. പിന്നെ എനിക്കിതൊന്നും കേട്ടുകൊണ്ട് ഇവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ പോവാം എൻ്റെ പാട് നോക്കി, നിങ്ങളായി നിങ്ങളെ പാടായി. രോഹി, ഞാൻ പോവാടാ. കൃഷ്ണമോളെ, ബബി, ഞാൻ പോവാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് മനു അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. മനു പോയതോടുകൂടി മക്കൾ 3 പേരും പിരിഞ്ഞു പോയി കേട്ടോ. പിന്നെ വൈജയന്തിക്ക് സംസാരിക്കാനും ഒന്നുമില്ല. വൈജയന്തിക്ക് വീണ്ടും സംശയം തന്നെ, എന്തിനാവും അവൾക്ക് ഇത്രയ്ക്ക് കൊടുത്തതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മുകളിൽ തന്നിട്ടാണെങ്കിൽ നമ്മുടെ രോഹിത്തിനൊരു വല്ലാത്ത വിഷമമായിപ്പോയി. ഇങ്ങനെയൊക്കെ കേട്ടപ്പോഴും മനു പോയതും എല്ലാം ആകെ മറ്റേത് അലീനയോട് എന്തെങ്കിലും കളിയും തമാശയൊക്കെ പറഞ്ഞിരിക്കാം. ഇപ്പോൾ രോഹിത്ത് വീണ്ടും ഒറ്റപ്പെട്ടതുപോലെ ആയിട്ടോ. എന്തായാലും രേവതി കുട്ടീനെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞു ഫോണിൽ വിളിക്കുക. രേവതിക്ക് ഫോൺ എടുത്ത് ഹലോ പറഞ്ഞപ്പോൾ തന്നെ ആളെ മനസ്സിലായി. രോഹിത്ത് ഏട്ടനല്ലേന്ന് ചോദിക്കുക. എൻ്റെ നമ്പർ നീ സേവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇല്ല, ഞാൻ സേവ് ചെയ്തിട്ടിട്ടില്ല, പക്ഷേ ശബ്ദം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്ന് പറയണ്ട. എന്താ വിശേഷം? എടി, നിന്നോട് ഞാനൊരു കാര്യം പറയാനാണ് ഇപ്പോൾ വിളിച്ചത്. എന്താ രോഹിത്തേട്ടാ? വേറൊന്നുമില്ല, നീ പറഞ്ഞല്ലോ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കണമെന്ന്, അതുകൊണ്ട് വിളിച്ചതാ. അലീന ചേച്ചിയുടെ കാര്യമാണോ? പോയോ അലീന ചേച്ചി? പോയി. അയ്യോ, എന്നോട് എന്താ പറയാത്ത? നിങ്ങളുടെയൊക്കെ യാത്ര പറഞ്ഞിട്ടല്ലേ പോയത്? എന്നെ വിളിച്ച് പറഞ്ഞില്ലല്ലോ. നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? പോകുമെന്ന് പറഞ്ഞിരുന്നു, എന്നാലും പോകാൻ നേരത്തൊരു യാത്ര പറച്ചിൽ. നിൻ്റെ വീടിൻ്റെ അതുവഴി കയറി വന്നിട്ട് പോകണമെന്നൊക്കെയാണ് സംസാരിച്ചത്. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വല്ലാത്തൊരു കണ്ടീഷനിലാണ് അവിടെ നിന്ന് പോയത്. ആകെ വിഷമവും വെപ്രാളവും ഒക്കെ ആയിരുന്നു. അതൊക്കെ വെറുതെ പറയല്ലേ, സത്യമാ, അതാ സത്യം. പിന്നെ ചേച്ചി പോലെ നിങ്ങൾക്കൊന്നും വിഷമമില്ലേ? വിഷമമില്ലേന്നോ? ശബ്ദം കേട്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് രേവതിക്കുട്ടി പറയാണ്. രോഹിത്ത് പറയാ, എടി, വിഷമമൊക്കെ ശബ്ദത്തിൽ എങ്ങനെയാണ് തിരിച്ചറിയുക? അതും ഈ ഒരു ഫോണിൽ കൂടെ. അത് ശരിയാ. പിന്നെ എന്തെങ്കിലും വേറെ എന്താ അവിടെ? പിന്നെ വൈജയന്തിമാല വന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓ, രോഹിതേട്ടൻ്റെ അമ്മയാണല്ലോ, ഞാനിപ്പോൾ മറന്നു പോയനായിരുന്നു. ഇല്ലെങ്കിൽ ഇപ്പോൾ വായി തോന്നണൊക്കെ വിളിച്ച് പറയായിരുന്നു അല്ലേ. അപ്പം എന്താ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അമ്മ അച്ഛനില്ലല്ലോ. പിന്നെ പോരാഞ്ഞിട്ട് അലീന ചേച്ചി പോവുകയും ചെയ്തല്ലോ. സാമ്രാജ്യം തിരിച്ചു പിടിച്ചതിൻ്റെ ഹാങ് ഓവറിലാണ് ഇപ്പോൾ അമ്മ. നടക്കട്ടെ. പിന്നെ ഞാനിപ്പോൾ ആകെ ഒറ്റപ്പെട്ടതുപോലെ, സംസാരിക്കാനും ആരുമില്ല, എന്തോ പോലെ ആയിപ്പോയി. അതിനെന്താ, രോഹിതേട്ടൻ എന്നോട് പറഞ്ഞോ? നിന്നോട് എന്ത് സംസാരിക്കാൻ? പറഞ്ഞോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. ഞാൻ ഷെയർ ചെയ്യാൻ ഞാനുണ്ടല്ലോ. എനിക്ക് കുറേ രഹസ്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് രോഹിത് ചുമ്മാ കള്ളം പറയാട്ടോ. അന്നേരം നമ്മുടെ രേവതിക്കുട്ടി പറയാണ്, രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ എനിക്ക് പ്രത്യേക കഴിവാണ്. അലീന ചേച്ചിക്ക് നന്നായിട്ട് അറിയാന്നേ. സത്യമാണോടി? അതെ, എനിക്ക് കുറേ രഹസ്യങ്ങൾ അറിയാം. എന്ത് രഹസ്യം? നിങ്ങളുടെ വീടും വീട്ടുകാരും ചുറ്റിപ്പറ്റി തന്നെ കുറേ രഹസ്യങ്ങളുണ്ട്, അതെല്ലാം എനിക്കറിയാം. ആണോ? എന്ത് രഹസ്യം? അങ്ങനെ മോനെ, ഒന്നും അറിയണ്ട കേട്ടോ, വെച്ചിട്ട് പോയേ എന്ന് പറഞ്ഞു രേവതി ഫോൺ വയ്ക്കാട്ടോ. രോഗത്തിന് എന്തൊക്കെയോ സംശയങ്ങൾ മനസ്സിൽ കൂടിയിട്ടുണ്ട്. ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അലീനയെ കാണിക്കട്ടോ. അലീനെ ആൻ്റപ്പൻ വിളിച്ചുകൊണ്ട് പോയി പരിസരങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുക. വീടിൻ്റെ ആദ്യ മുറികളെല്ലാം കാണിക്കുകയാണ്. അപ്പോൾ തന്നെ അലീന ചോദിക്കുകയാണ്, ഒരാളിന് താമസിക്കാൻ വേണ്ടി എന്തിനാ ഇത്ര വലിയ മുറി എന്നൊക്കെ ചോദിക്കുക. അപ്പം വലിയ ബംഗ്ലാവുകളൊക്കെ ഇങ്ങനെ തന്നെയാണ്, വലിയ ആളല്ലേ, അപ്പോൾ വലിയ വീടൊക്കെ വേണ്ടേ? എന്നാലും ഇത്രയും വലിയ വീടൊക്കെ കുറേ കാലം കഴിയുമ്പോൾ അടുത്ത ആളുടെ കയ്യിലാകുമ്പോൾ അവരത് ഇടിച്ച് അവരുടെ രീതിക്കൊക്കെ വെക്കും. എന്തുമാത്രം പൈസയാണ് വെറുതെ പാഴാക്കി കളയുന്ന അല്ലേ ഏട്ടാന്ന് ചോദിക്കുക. അതേ മോളെ, അങ്ങനെ എസ്റ്റേറ്റും കുളവും സ്വിമ്മിംഗ് പൂള് കെട്ടേണ്ട സ്ഥലങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കുക. പിന്നെ ഇഷ്ടംപോലെ റബ്ബർ തോട്ടങ്ങളുണ്ട്, അതൊക്കെ ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്, അതെല്ലാം കേണൽ സാറ് മോളെ കൊണ്ട് കാണിക്കുമെന്നെല്ലാം പറയാൻ കേട്ടോ. ഒക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ പൗലോസ് കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. ആ സമയത്ത് ചേട്ടാ, ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറഞ്ഞാൽ അലീന അങ്ങോട്ട് ചെല്ലുക. അയ്യോ വേണ്ട എന്ന് പറയാം കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഈ വീട്ടിലൊരു കർശന നിയമമുണ്ട്, കൃത്യസമയത്ത് ഭക്ഷണം ഉണ്ടാക്കണം, കൃത്യസമയത്ത് ടേബിളിൽ എത്തിക്കണം, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിളി വരും സാറിൻ്റെ. അത് ശരി, അപ്പോൾ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണോ ആൾ? പിന്നെ ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ. പിന്നെ നമ്മൾ അധികം വിളിക്കാനിട കൊടുക്കത്തില്ല കേട്ടോ, സമയത്തിന് മുന്നേ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗസ്റ്റൊക്കെ വന്നാൽ എന്താ, എങ്ങനെയാണ്? ഇവിടെ അങ്ങനെ ഗസ്റ്റ് ഒന്നും വരാറില്ല മോളെ, വല്ലപ്പോഴും വരും. ഇപ്പം കുറേ നാൾ കൂടിയാണ് ഇപ്പം മോള് വന്നത്. അത് ശരി, അങ്ങനെയാണെങ്കിൽ തന്നെ നേരത്തെ പറയും ഞങ്ങളോട് കേണൽ സാർ. അങ്ങനെയാണല്ലേ? മോളുടെ വീട് ശരിക്കും എവിടെയായിരുന്നു? മോൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ ഇത്രയും കാലം, എവിടെയായിരുന്നു എന്നൊക്കെ പൗലോസ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് പറയുന്നത്, ഞാൻ
ശരിക്കുള്ള വീട് എവിടെയാണെന്ന് ചോദിക്കുക. എൻ്റെ വീട് ഞാൻ താമസിച്ചതും വളർന്നതൊക്കെ തിരുവനന്തപുരത്താണ്. അത് ശരി. അപ്പോൾ ഞാൻ അനാഥയായിട്ടാണ് വളർന്നതെന്നെല്ലാം പറയാം കേട്ടോ. അപ്പം പിന്നെ പാലായിൽ എങ്ങനെ വന്നു? പാലായിൽ ഞാനൊരു വീട്ടിൽ ജോലിക്കാരിയായിട്ട് വന്നതാണ്. ഓ അത് ശരി. അപ്പോൾ ഇവിടെ വന്ന ആളാരാ? അതെൻ്റെ അച്ഛനാന്ന് പറയാം കേട്ടോ. അപ്പോൾ പൗലോസ് അന്തം വിട്ട് നിൽക്കുകയാണ്. ആരുമില്ല, അനാഥയാണ്, പക്ഷേ അച്ഛൻ എന്ന് പറയുന്നു. അങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ ആ പൗലോസിനെയും കൗതുകത്തോടു കൂടി നമ്മൾ അലീനെ നോക്കി നിൽക്കാനായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്